ജീനി മമ്മി, ജീനി മമ്മി, എന്താ അതി ആ ഫാൻ ഒന്ന് ഓഫാക്കിയേ. ഇതേക്കാ ആ സ്വിച്ച് എൻ്റെ റൂമിലല്ലേ, അടുക്കളയിലൊന്നും അല്ലല്ലോ. എനിക്ക് എണീറ്റ് ഓഫാക്കിയാൽ പോരെ? അതെങ്ങനെയാ? നട്ടപ്പാതിരക്ക് വന്ന് കിടക്കും, ഉച്ചയാകുമ്പോൾ എണീച്ച് വരും. ഓ മതിയമ്മ. എനിക്ക് വല്ല ആവശ്യമുണ്ട് രാവിലെ തന്നെയാണ് ചൂടാക്കാൻ. ഇന്നെങ്കിലും സമാധാനത്തോടെ ഉറങ്ങാന്ന് വിചാരിച്ചു, അതും പോയി. എന്ത്? ഞാനാണ് ഉറക്കം നോക്കി മതികാർക്ക് അടുക്കളയിൽ പണിയെടുത്തോണ്ടെന്ന് എന്നെ വിളിച്ചിട്ട് ഫാൻ ഓഫ് ആക്കാൻ വിളിച്ചു. എണീച്ച് ഫാൻ ഓഫ് ആക്കാനാവാതെ. അല്ലെങ്കിൽ നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നിങ്ങളെ ജനിപ്പിച്ച ജീനി ചായ. ഓ മനുഷ്യൻ്റെ ഫ്ലോ അങ്ങ് പോക്കി. ജീനി ചായ. കിടന്ന് ചാവണ്ട, ഇപ്പം കൊണ്ടുവരാം. രണ്ടിനും ക്ലാസ്സിലൊന്നും പോകാനില്ലേ? യെസ് മമ്മു, ഉണ്ടല്ലോ. ഇവിടെ നിന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കാതെ പോയി മാറ്റിക്കോ, നേരം വൈകൂലേ. കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് പോയാൽ മതി, അപ്പോഴത്തേക്കൊക്കെ സ്കൂൾ തുടങ്ങുള്ളൂ. അപ്പം നമുക്ക് ഇത്രയും നേരം കിടന്നുറങ്ങിയൊന്നും റെസ്റ്റ് അല്ലേ? അത് ഉറങ്ങിയ റെസ്റ്റ് എടുത്തല്ലേ, നമ്മൾ കുറച്ചൊരു ഇരുന്ന് റെസ്റ്റ് എടുക്കട്ടെ. എല്ലാ ദിവസവും ടീച്ചർമാരോട് പറയിപ്പിച്ചിട്ടേ ക്ലാസ് കയറുള്ളൂ അല്ലേ? ഒരു ദിവസവും നേരത്തെ പോയിട്ട് പറയിപ്പിക്കാതെ ക്ലാസ് കയറരുതേ. യെസ് മമ്മ, മമ്മയുടെ ആജ്ഞ പോലെ. കയ്യിലിരിക്കുന്ന സാധനത്തിന് ഒന്നെടുത്ത് തന്നോളാം. മറ്റു ക്ലാസ് കൂടാ. ഞാൻ പോവാണേ. എന്താ ഞങ്ങൾക്ക് ക്ലാസ് ഒന്നുമില്ലേ? ഉണ്ട് മമ്മ, പോവാണ്. അങ്ങനെ ചീനിയമ്മയുടെ ഒരുപാട് നേരത്തെ കഷ്ടപ്പാടിന് ശേഷം കുട്ടിപ്പട്ടാളങ്ങളെയൊക്കെ ക്ലാസ്സിലേക്ക് അയക്കല്ല, ഓടിച്ചു വിടുകയാണ്. അതാണ് ഈ സാഹചര്യത്തിന് ഏറ്റവും അനുയോജ്യമായ കാര്യം. എന്തെങ്കിലും ഡയലോഗ് പറയാൻ നിൽക്കുമ്പോൾ ഇമാതിരി നാക്ക് പിടുത്തൊക്കെ സാധാരണമാണ്. സോ ഇതിൽ ജിമിൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ആദിത്യ എന്നാണ്. ആദിത്യ വീട്ടിൽ വിളിക്കുന്നത് ആദി. ആൾ SLC ആണ്, അതായത് 10th ക്ലാസ്സിൽ പഠിക്കുകയാണ്. ആളെ ചേച്ചിയാണ് കൃതിക, അഥവാ കുക്കിയുടെ ക്യാരക്ടർ. പിന്നൊരു കാര്യം, ഈ ഒരു സ്റ്റോറി എപ്പിസോഡായിരിക്കും. എപ്പിസോഡൊന്നും വിചാരിക്കേണ്ട, പെട്ടെന്ന് കഴിയും. എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം, പെട്ടെന്ന് കഴിയും. എൻ്റെ അങ്ങനെ ലെങ്ത്ത് കൂടിയ, അതായത് ഞാൻ എൻ്റേത് എടുത്ത് പറയാനുള്ള കാരണം മറ്റുള്ളൊരു വീഡിയോ പോലെ കുറേ നേരമുള്ള ലെങ്ത്തുള്ള ഒരു വീഡിയോയേ ആയിരിക്കില്ല എൻ്റെ ഫോണിന് അത് താങ്ങിയില്ല. അതുകൊണ്ട് തന്നെ അധികം ലെങ്ത്ത് ഇല്ലാതെ കൂടിയാൽ 5-6 മിനിറ്റ്, അതിൻ്റെ മുകളിലോട്ട് എൻ്റെ വീഡിയോ കയറിയില്ല. സോ അതുകൊണ്ട് തന്നെ വീഡിയോ പെട്ടെന്ന് കഴിയും. അതുകൊണ്ട് നമുക്ക് വേഗം സ്റ്റോറിയിൽ കിടക്കാം, വെറുതെ കിടന്ന് ചടപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇങ്ങനെയൊക്കെ പറയണമെന്നുണ്ടായിരുന്നു, ബട്ട് ഇറ്റ്സ് നോട്ട് ഇൻട്രോ. ഇത് ഇൻട്രോ അല്ലല്ലോ. നമ്മൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയാൻ പറ്റില്ല. എന്നപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോവാം. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവർ കണ്ടിട്ട് കുറേ കാലമായിന്ന്. ബട്ട് അല്ല ഗൈസ്, ഇവർ ഇന്നലെയും കൂടി കണ്ടിട്ടേ ഉള്ളൂ. ബട്ട് ഇവരിങ്ങനെയാണ്, ഇവർ കാണുമ്പോൾ ഭയങ്കര സ്നേഹപ്രകടനമാണ്. ഇവർ കാര്യമായിട്ട് പറഞ്ഞാൽ ഇവരങ്ങനെ ക്ലാസ് കയറാത്ത ആൾക്കാരാണ്. കയറാത്ത ആൾക്കാരെന്ന് മീൻസ് ഇപ്പം നിങ്ങൾ ക്ലാസ് കട്ട് ചെയ്യാമെന്ന് വിചാരിക്കേണ്ട. കോളേജിലുള്ള സകലമാന പരിപാടികൾക്കും കൈവില്ലിയിലും കൂടുന്ന ആൾക്കാരാണ് ഇവർ രണ്ടുപേരും. അതുകൊണ്ട് ഇവർ ക്ലാസ്സിൽ കയറാറുപോലും. എന്തിനു പറയുന്നു, കോളേജിൽ ഇവർ കൂടാത്ത പരിപാടി ഉണ്ടാവില്ല. എല്ലാ പരിപാടികൾക്കും ഇവരുണ്ടാവും. അത് കൂടാതെ തന്നെ ഇവർ സബ്ജക്റ്റ് എടുക്കുന്ന ടീച്ചേഴ്സ് ആരാന്ന് പോലും അറിയില്ല. അപ്പം ഇന്നൊരു ദിവസം ഇവർ ക്ലാസ് കയറാമെന്നൊക്കെ വിചാരിച്ച് വന്നതാണ്. നമുക്ക് നോക്കാം ഇവർ ക്ലാസ് കയറുമോ ഇല്ലയെന്നൊക്കെ. ഇന്നെന്തായാലും നമുക്ക് ക്ലാസ് കയറാം. സബ്ജക്റ്റിനൊക്കെ ഏതാ ടീച്ചേഴ്സ് എന്നെങ്കിലും അറിയാലോ. ഇന്ന് ക്ലാസ് കയറൽ നടക്കേണ്ടാവില്ല കേട്ടോ. കാരണം ഈ വന്നിട്ട് എന്നെ സ്റ്റാഫ് റൂമിലേക്ക് കൂട്ടി വരാൻ പറഞ്ഞു സാർ. സ്റ്റാഫ് റൂമിക്കോ? എന്തിനാന്ന് വിളിപ്പിച്ചതെന്ന് എനിക്കറിയില്ല. ബട്ട് നമ്മളെല്ലാ പരിപാടിക്കും കൂടുന്നതല്ലേ, അതിലെന്തെങ്കിലും പരിപാടിനെ കുറിച്ച് പറയാനായിരിക്കും. സിയും കുക്കും സ്റ്റാഫ് റൂമിലേക്ക് സാറെ കാണാൻ വേണ്ടി പോയി. മേ ഐ കമ്മിങ് സർ? ആ കൃതിക, സിയ വാ. നിങ്ങൾ രണ്ടുപേരെയും വിളിപ്പിച്ചത് നിങ്ങളൊരു പ്രൊജക്റ്റിലായിരുന്നു. അതിന് സ്റ്റേറ്റിൽ സെലക്ഷൻ കിട്ടിയാണ്. സോ അതിൻ്റെ മോഡൽ ഉണ്ടാക്കിയിട്ട് ആ ഒരു മോഡൽ ഒരു കമ്പനി ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറായിട്ടുമുണ്ട്. സോ നിങ്ങൾ എക്സാം കഴിഞ്ഞ് ഉടനെ തന്നെ നിങ്ങൾ അതിൻ്റെ മോഡൽ ഉണ്ടാക്കേണ്ടി വരും. അപ്പം ആ ഒരു കമ്പനിത്തോലായിട്ടുള്ള മീറ്റിംഗ് നിങ്ങൾക്ക് ഉണ്ട്. അപ്പം നാളെയാണ് ആ മീറ്റിംഗ്. നാളെ നിങ്ങൾക്ക് സ്റ്റഡി ലീവാണ്. അപ്പം നാളെ നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വരണം. ബട്ട് സർ, നമ്മുടെ കൂടെ പ്രൊജക്റ്റിന് 3 പേരില്ലേ? ആ മൂന്നാമത്തെ ആളാരെന്ന് അറിയില്ലല്ലോ. ഓ, നിങ്ങൾ ആ മൂന്നാമത്തെ ആളെ കണ്ടില്ലല്ലോ അല്ലേ? നിങ്ങളത് മീറ്റ് ചെയ്തില്ലല്ലോ. നാളെ മീറ്റിങ്ങിന് എന്തായാലും ആളും വരും. അപ്പം നിങ്ങൾക്ക് മീറ്റ് ചെയ്യാമല്ലോ. എനിവേ, കൺഗ്രാജുലേഷൻസ്. അല്ല, ഇനിയെന്താ പ്ലാൻ? ക്ലാസ് കയറണോ അതോ വേറെ എവിടെയും പോകണോ? വേറെ എവിടെ പോവാൻ? എവിടേക്കും പോകണ്ട, ക്ലാസ്സിൽ തന്നെ പോയാൽ മതി. എന്തായാലും ഇത്ര നേരം പോയില്ലേ, ഒരു ലൈബ്രറി ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പോയാൽ പോരെ? നമ്മൾ നേരെ നോക്കിയാണ് നടന്നോളൂ കേട്ടോ. വേറെ എവിടേക്കും പോകണ്ട, നേരെ ക്ലാസ്സിക്ക്. ഓക്കെ, ഈ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ക്ലാസ്സിൽ തന്നെ പോവാം. കമ്മിങ് ടീച്ചർ? യെസ് കമ്മിങ്. അല്ല, അങ്ങനെ എന്താണ് കലാപരിപാടികളൊക്കെ കഴിഞ്ഞോ? ഇനി പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലല്ലോ? കഴിഞ്ഞു. ഇനി എന്തായാലും നമ്മൾ ക്ലാസ് കയറും.
ഈ വരിക എന്നുള്ളത് പറഞ്ഞാൽ മാത്രം പോരാ, പ്രവൃത്തിയിലും കാണണം. അല്ല മിസ്സേ, ക്ലാസ് ഒന്നും എടുക്കില്ലേ? ക്ലാസ്സോ? ചാപ്റ്റേഴ്സൊക്കെ കഴിഞ്ഞ്, ഇനി സ്റ്റഡി ലീവാ. പരീക്ഷയ്ക്ക് ഇരുന്ന് പഠിച്ചു. പരീക്ഷ ആവാനായോ? കാലത്തിൻ്റെ ഒക്കെ ഒരു വേഗതയേ. കാലത്തിൻ്റെ സമയത്തിനൊന്നും വേഗത കൂടിയിട്ടല്ല, വല്ലപ്പോഴൊക്കെ ക്ലാസ്സിൽ വരണേ, എന്നാലല്ലേ പരീക്ഷ ആവാനായോ ചാപ്റ്റർ കഴിഞ്ഞോ എന്നൊക്കെ അറിയുള്ളൂ. എന്ത് ചെയ്യാനാ നോക്കണേ, ഞങ്ങളില്ലാതെ പരിപാടി നടക്കൂലെന്ന് വെച്ചാൽ. ഈ ഉഷാർ രണ്ടാക്കും പരീക്ഷയ്ക്ക് കണ്ടാൽ മതി.